ചോദ്യം: സൗന്ദര്യവതിയായ സ്ത്രീയെ വിവാഹം കഴിക്കൽ ഉത്തമമാണല്ലോ. ഇതിന്റെ താല്പര്യം എന്താണ്? ഉത്തരം: തന്റെ ഇണയെ കാണുമ്പോൾ പ്രകൃത്യാ സന്തോഷം വരും വിധത്തിലുള്ള സൗന്ദര്യമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. കാണുന്നവരെല്ലാം അവളുടെ സൗന്ദര്യത്തെക്കുറിച്ച് പറയലല്ല. അമിത ഭംഗിയുള്ള സ്ത്രീയെ വിവാഹം ചെയ്യൽ കറാഹത്താണ്. കാരണം അവളുടെ സൗന്ദര്യം കാരണം അവൾ അഹങ്കരിക്കുകയും ഫാസിഖീങ്ങളുടെ കണ്ണുകൾ അവളിലേക്ക് നീങ്ങുകയും ചെയ്യും എന്ന് ഇമാം ഇബ്ൻ ഹജർ റളിയല്ലാഹു അൻഹു പറഞ്ഞിരിക്കുന്നു. ചോദ്യം: വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്ന സ്ത്രീ പുരുഷന്മാർക്ക് പരസ്പരം ദർശിക്കൽ അനുവദനീയമായ ശരീരഭാഗങ്ങൾ ഏതെല്ലാം? ഉത്തരം: പുരുഷൻ സ്ത്രീയുടെ മുൻകൈയും മുഖവും, സ്ത്രീ പുരുഷന്റെ ഔറത്തല്ലാത്ത ഭാഗങ്ങളും ദർശിക്കൽ അനുവദനീയമാണ്. ചോദ്യം: നിക്കാഹിന്റെ കർമ്മങ്ങൾക്ക് മുമ്പ് 2 റക്അത്ത് സുന്നത്ത് നിസ്കാരമുണ്ടെന്ന് കേട്ടു. ശരിയാണോ? ഉത്തരം: ശരിയാണ്. നിക്കാഹിന്റെ വാക്യങ്ങൾ ഉരുവിട്ടുകൊണ്ടുള്ള കർമ്മങ്ങൾക്ക് മുമ്പ് 2 റക്അത്ത് സുന്നത്ത് നിസ്കാരമുണ്ട്. ചോദ്യം: ഈ നിസ്കാരം നിർവഹിക്കേണ്ടത് വധൂവരന്മാരാണോ? ഉത്തരം: ഇത് നിർവഹിക്കേണ്ടത് ഭർത്താവും വലിയും ആണ്. അവർക്കാണ് സുന്നത്ത്. ചോദ്യം: ആദ്യ രാത്രിയിൽ 2 റക്അത്ത് സുന്നത്ത് നിസ്കാരമുണ്ടോ? ഉത്തരം: ഉണ്ട്. മണിയറയിലെത്തി സംയോഗം ചെയ്യുന്നതിന് മുമ്പ് ഭാര്യയ്ക്കും ഭർത്താവിനും സുന്നത്തുണ്ട്. ചോദ്യം: സ്വർഗത്തിൽ വെച്ച് വിവാഹം കഴിക്കാൻ സാധിക്കുമോ? ഉത്തരം: സ്വർഗത്തിൽ വെച്ച് വിവാഹം കഴിക്കാൻ സാധിക്കും. മാതാപിതാക്കൾ, മക്കൾ എന്നിവരൊഴികെ വിവാഹബന്ധം ഹറാമായവരെയും സ്വർഗത്തിൽ വെച്ച് വിവാഹം ചെയ്യാം. ചോദ്യം: ഒന്നിൽ കൂടുതൽ ഭാര്യമാരുള്ള ഒരാൾക്ക് അവരിൽ ഒരു ഭാര്യയോട് മാത്രം കൂടുതൽ സ്നേഹം തോന്നുന്നതിൽ തെറ്റുണ്ടോ? ഉത്തരം: തെറ്റില്ല. കാരണം സ്നേഹം കൂടുതലാവുക എന്നത് അവന്റെ പ്രവൃത്തിയിൽ പെട്ടതല്ല. ചോദ്യം: ഒന്നിൽ കൂടുതൽ ഭാര്യമാരുള്ളവർ എല്ലാ ഭാര്യമാർക്കിടയിലും നീതി പുലർത്തണമല്ലോ. എങ്ങനെയാണ് നീതി പുലർത്തേണ്ടത്? ഉത്തരം: ഒരു ഭാര്യയുടെ അടുത്ത് ഒരു രാത്രി താമസിച്ചാൽ മറ്റുള്ള ഭാര്യമാരുടെ അടുത്തും അതുപോലെ ഓരോ രാത്രി താമസിക്കുക. ആർത്തവം, രോഗം പോലെയുള്ളവ ഉണ്ടായാലും ഇത് നിർബന്ധമാണ്. ചോദ്യം: ഒരു ഭാര്യയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ മറ്റുള്ളവരുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടണമെന്ന് നിർബന്ധമുണ്ടോ? ഉത്തരം: ഇല്ല. സുഖാസ്വാദനങ്ങളിൽ എല്ലാവർക്കുമിടയിൽ തുല്യത പാലിക്കൽ സുന്നത്തുണ്ട്. ചോദ്യം: നിലവിൽ ഒന്നിലധികം ഭാര്യമാരുണ്ടായിരിക്കെ കന്യകയായ ഒരു സ്ത്രീയെ കൂടി അയാൾ വിവാഹം ചെയ്താൽ അവളുടെ അടുത്ത് ആദ്യ രാത്രിയോട് തുടർന്ന് കൂടുതൽ ദിവസം താമസിക്കാമോ? ഉത്തരം: തുടർച്ചയായ 7 ദിവസം അവളുടെ അരികിൽ താമസിക്കാവുന്നതാണ്. കന്യകയല്ലെങ്കിൽ തുടർച്ചയായി 3 ദിവസവും താമസിക്കാം. ഇതിനു പകരം മറ്റു ഭാര്യമാരുടെ അടുക്കൽ താമസിക്കേണ്ടതില്ല. ചോദ്യം: 4 ഭാര്യമാരുള്ള ഒരാൾ അതിൽ ഒരു ഭാര്യയെ മടക്കിയെടുക്കാൻ കഴിയും വിധത്തിൽ ത്വലാഖ് ചൊല്ലി. ഈ അവസ്ഥയിൽ അയാൾക്ക് മറ്റൊരു സ്ത്രീയെ വിവാഹം ചെയ്യാമോ? ഉത്തരം: ചെയ്യൽ അനുവദനീയമല്ല. കാരണം മടക്കിയെടുക്കാവുന്ന നിലയിൽ ത്വലാഖ് ചൊല്ലിയ ഭാര്യ ഇദ്ദയിലാവുമ്പോൾ അയാളുടെ ഭാര്യയുടെ വിധിയിൽ തന്നെയാണുള്ളത്. അപ്പോൾ അയാൾക്ക് മറ്റൊരു വിവാഹം പാടില്ല. ചോദ്യം: ഒരാൾ ഒരു സ്ത്രീയുടെ മുല കുടിച്ചാൽ അയാളുടെ മക്കൾക്ക് ആ സ്ത്രീയുടെ മക്കളുമായി വിവാഹബന്ധത്തിൽ ഏർപ്പെടാമോ? ഉത്തരം: മുലകുടി ബന്ധം സ്ഥിരപ്പെടും വിധത്തിൽ അയാൾ കുടിച്ചിട്ടുണ്ടെങ്കിൽ മേൽപ്പറഞ്ഞ പ്രകാരം വിവാഹബന്ധത്തിൽ ഏർപ്പെടാവുന്നതല്ല. കാരണം അയാളുടെ മക്കൾ ആ സ്ത്രീയുടെ മകൻ്റെ മക്കളും സ്ത്രീയുടെ മക്കൾ ഇവർക്ക് പിതൃ സഹോദരിമാരും സഹോദരന്മാരും ആയിരിക്കുമല്ലോ. ചോദ്യം: വധൂവരന്മാർ തമ്മിൽ കുഫു വെക്കണം എന്ന് പറയാറുണ്ടല്ലോ. എന്താണിത്? ഇത് നിക്കാഹിന്റെ സ്വീകാര്യതയ്ക്ക് ആവശ്യമാണോ? ഉത്തരം: വധുവിൻ്റെയും അവളുടെ വലിയൻ്റെയും അവകാശമാണ് കഫാഅത്ത്. അത് വേണ്ടെന്ന് വെക്കാനും അവർക്ക് രണ്ടുപേർക്കും അധികാരമുണ്ട്. നിക്കാഹിന്റെ സ്വീകാര്യതയെ ഇത് ബാധിക്കില്ല. ചോദ്യം: സുന്നി ആദർശത്തിൽ വിശ്വസിക്കുന്ന സ്ത്രീക്ക് പുത്തനാശയക്കാരന്റെ സുന്നിയായ മകൻ കുഫു വെക്കുമോ? ഉത്തരം: ഇല്ല. അത് എത്ര താഴെത്തട്ടിലുള്ള മകനാണെങ്കിലും ശരി. ഇപ്രകാരം ചാരിത്രശുദ്ധിയുള്ള സ്ത്രീക്ക് ദുർനടപ്പുകാരന്റെ മകനെയും കുഫു വെക്കില്ല. ചോദ്യം: ജൂത ക്രൈസ്തവ സ്ത്രീകളെ മുസ്ലിമിന് വിവാഹം ചെയ്യാമോ? ഉത്തരം: ചെയ്യാം. പക്ഷേ അവൾ തൗറാത്ത് അനുസരിച്ച് ജീവിക്കുന്ന തനി ജൂത സ്ത്രീയോ ഇഞ്ചീലനുസരിച്ച് ജീവിക്കുന്ന തനി ക്രൈസ്തവ സ്ത്രീയോ ആയിരിക്കണം. മാത്രമല്ല, ജൂത ക്രൈസ്തവ സ്ത്രീകളെ വിവാഹം കഴിക്കൽ അനുവദനീയമാകണമെങ്കിൽ അവരുടെ പിതൃപരമ്പരയിലെ ആദ്യ പുരുഷന്മാർ ആ മതം സ്വീകരിച്ചത് അവ ദുർബലപ്പെടും മുമ്പാണെന്ന് അറിയപ്പെടണം. ചോദ്യം: ഒരാൾക്ക് തന്റെ ത്വലാഖ് ചൊല്ലപ്പെട്ട ഭാര്യയുടെ മാതാവിനെ കാണൽ അനുവദനീയമാണോ? ഉത്തരം: ത്വലാഖ് ചൊല്ലപ്പെട്ട ഭാര്യയുടെ മാതാവിനെ കാണലും തൊടലും അനുവദനീയമാണ്. തൊട്ടാൽ ഉളൂ മുറിയില്ല. കാരണം
ഒരാൾ ഒരു സ്ത്രീയെ വിവാഹം ചെയ്തതോടെ ആ സ്ത്രീയുടെ മാതാവ് അയാൾക്ക് വിവാഹബന്ധം ഹറാമായ ബന്ധുവായി കഴിഞ്ഞു. മകളെ ത്വലാഖ് ചൊല്ലിയാലും ഈ ബന്ധം ശാശ്വതമായി തുടരും.